ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ കൽക്കി 2898 AD സിനിമ കണ്ടു. സിനിമ ഞാൻ ഇറങ്ങിയെന്ന് തന്നെയാണ് കണ്ടത്. അതായത് 27th സിനിമ കണ്ടത്. അതായത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അതായത് എൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ ലേറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം പോലും ഇല്ല. സോ സിനിമ കാണേണ്ടതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഗംഭീര സിനിമ വേണമെന്ന് പറയാം. ഗംഭീര സിനിമ എന്ന് വെച്ചാൽ ഗംഭീര സിനിമ വേണമെന്ന് പറയാം. അതായത് ഒരു വേൾഡ് ക്ലാസ് ഐറ്റം മെയ്ഡ് ബൈ ഇന്ത്യൻ സിനിമ വേണമെന്ന് പറയാം. അത്രക്ക് നന്നായിട്ടുണ്ട് സിനിമ. പിന്നെ സിനിമയുടെ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്ന് പറയുന്നില്ലേ, ഹോളിവുഡ് ലെവൽ മേക്കിംഗ് അത്രക്ക് നന്നായിട്ടുണ്ട്. അതായത് ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്രക്ക് നന്നായിട്ട് വിഷ്വലി സിനിമ നെക്സ്റ്റ് ലെവലാണ്, ഒന്നും പറയാനില്ല. വിഷ്വലി സിനിമ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ. ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്രക്ക് നന്നായിട്ടുണ്ട് സിനിമ. പിന്നെ ഈ സിനിമയുടെ ക്യാപ്റ്റൻ വേണമെന്ന് പറയാം, അതായത് നാഗ് അശ്വിനാണ്. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത് കൂടി. ഡയറക്റ്റഡ് ബൈയും റിട്ടേൺ ബൈയും പിന്നെ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് എന്ന ഒരാൾ കൂടിയുണ്ട്. എല്ലാം കൂടിയുടെ ഒരു ക്യാപ്റ്റൻ തന്നെ വേണം വിളിക്കാം പുള്ളിനെ. അതായത് പുള്ളിയുടെ ഒരു വിഷ്വലൈസേഷൻ, ആ തിങ്കിങ് ലെവലൊക്കെ നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ് വേണം പറയാൻ. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ കണ്ട ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്രക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സിനിമ ത്രൂ ഔട്ട്. ഒരു ബോറടിയായിട്ട് ഒന്നും തോന്നിയിട്ട പുള്ളി നാഗർഷിൻ ഒന്നും പറയണില്ല. ഹാറ്റ്സ് ഓഫ്, അത്രക്ക് നന്നായിട്ടുണ്ട് സിനിമ. പിന്നെ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ സാർ, കമൽഹാസൻ സാർ, പിന്നെ പ്രഭാസ്, ദീപിക പടുക്കോണെ, പിന്നെ ഡിഷ പട്ടാനി, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരുപാട് സർപ്രൈസിങ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ സിനിമ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സിനിമയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കൊടുത്ത ക്യാരക്ടറിനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചൻ സാറിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു ഏജിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ പെർഫോമൻസ്. പിന്നെ പ്രഭാസ് ആയാലും നന്നായിട്ടുണ്ടായി. പിന്നെ ദീപിക പടുക്കോണെ ഓക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ കമൽഹാസൻ സാറിൻ്റെ ആ ഒരു ഫിസിക്കൽ ക്യാരക്ടറൈസേഷനൊക്കെ വേറെ ലെവലായിട്ടുണ്ടായി. പുള്ളിയുടെ ആ ലുക്കൊക്കെ പെട്ടെന്ന് നമുക്കാർക്ക് മനസ്സിലാവില്ല, അതായത് കമൽഹാസൻ സാർ തന്നെയാണോ എന്ന്. പക്ഷേ ക്യാരക്ടറൈസേഷൻ, പുള്ളിയുടെ ആ ലുക്കൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു പുള്ളി കാണാനൊക്കെ. പക്ഷേ സിനിമയിൽ പുള്ളി നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പുള്ളി. എന്നാലും കൂടുതലൊക്കെ സീൻസൊക്കെ ഇല്ല കമൽഹാസൻ സാർക്ക്, എന്നാലും ഉള്ള സീൻസൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില വന്നു പോകുന്ന സർപ്രൈസിങ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് ക്യാരക്ടറിനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മലയാള സിനിമയിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ അറിയൂ. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വെൽ മെയ്ഡ് ഫസ്റ്റ് ഹാഫും വേണമെങ്കിൽ പറയാം. അത്രയൊക്കെ നന്നായിട്ടുണ്ടായി. ഒരു ബോറടിയായിട്ടൊന്നും തോന്നിയിട്ട ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സ് തന്നെയാണ് നാഗശ്വിൻ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ടായി. ആ ഒരു അതായത് ഈ സിനിമയുടെ മെയിൻലി പറയാനുള്ളത് VFX CG വർക്ക് തന്നെയാണ് ആ ഒരു വേൾഡ് ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ലെവലാണ്. അതായത് ഒരു വലിയ കമ്പനി തന്നെയാണ് ഈ CG പിന്നെ VFX ഒക്കെ വർക്കൊക്കെ എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡ്യൂണ് പിന്നെ ടെനറ്റ് ഈ സിനിമ ഒക്കെ VFX വർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനി തന്നെയാണ് ഈ സിനിമയ്ക്ക് VFX ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ലെവലൊക്കെ വിഷ്വൽസാണ്, ഒന്നും പറയാനില്ല. അടിപൊളി വിഷ്വൽസ് തന്നെയാണ്. പിന്നെ ഇൻ്റർവെല്ലൊക്കെ നന്നായിട്ടുണ്ടായി. ഇൻ്റർവെല്ലിന് ശേഷമാണ് അമിതാഭ് ബച്ചൻ സാറിൻ്റെ എൻട്രി ആണത്. അതൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലാത്ത ഗംഭീര സെക്കൻഡ് ഹാഫ് വേണമെങ്കിൽ പറയാം. ഗംഭീര സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സൂപ്പർ ഹീറോ സിനിമ, അതായത് മാർവൽ സിനിമയുടെ ഒരു ഫിഗർ ഔട്ടാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അതിട്ടുണ്ട് ഒരു ബോറടിയായിട്ട് ഒന്നും തോന്നിയിട്ട് അടിപൊളി വാർ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അത് നെക്സ്റ്റ് ലെവലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ വിഷ്വൽ ട്രീറ്റ് തന്നെ വേണമെന്ന് പറയാം. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സിനിമ. തിയേറ്ററിൽ കണ്ടവർക്കൊക്കെ ഈ സിനിമ ഒരു വിഷ്വൽ ട്രീറ്റാണ്. പിന്നെ സിനിമയുടെ പറയാനുള്ളത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് വലിയ വലിയ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേറെ ലെവൽ നന്നായിട്ടുണ്ട്. ആ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ ഈ സിനിമ ഒരു 600 കോടി ബജറ്റിലാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 600 കോടിനെ പുള്ളി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് സിനിമയിൽ. അതായത് ഇതിനെക്കാട്ടി കൂടുതൽ ബജറ്റൊക്കെ എടുത്തിട്ട് കാർട്ടൂണൊക്കെ ഇറക്കിയ ടീംസൊക്കെ ഉണ്ട്. അവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഈ സിനിമയിൽ 600 കോടി ബജറ്റിനൊക്കെ പുള്ളി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു കുറവ് ഒന്നും തോന്നിയിട്ട് അതായത് നെക്സ്റ്റ് ലെവലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് സിനിമ ത്രൂ ഔട്ട്. 3Dയിലൊക്കെ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വൈബ് തന്നെയായിരുന്നു. സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സന്തോഷ് നാരായണാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക്കൊക്കെ ഇറക്കുന്നത്.
അതായത് സ്റ്റാർട്ടിങ് സിനിമ തുടങ്ങുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്, നല്ലൊരു മ്യൂസിക്കായിരുന്നു. ആ ഒരു വോയിസിൽ അടിപൊളിയായിട്ടുണ്ടായി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ ഒന്നും പറയാനില്ല, കിഡിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്. പിന്നെ സൗണ്ട് ഡിസൈൻ ആയുള്ളൂ, സൗണ്ട് ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. ഓവറോൾ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് സ്റ്റഫാണ്. അതായത് ആരും ഈ OTT കണ്ടപ്പോൾ കാണാൻ പറഞ്ഞിട്ടൊന്നും വെയിറ്റൊന്നും ചെയ്യാൻ പോകരുത്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടാൽ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ സിനിമയ്ക്ക് കൊടുത്ത കാശിന് വർത്താണ് ഈ സിനിമ. അതായത് ഞാൻ നന്നായിട്ട് ഹാപ്പിയാണ് കൊടുത്ത കാശിനെ കുറിച്ചിട്ട്, ഒന്നും പറയാനില്ല. കിഡിലും വിഷ്വൽസ് ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. 3D കണ്ടവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ 3D തന്നെയാണ് കണ്ടത്. അങ്ങനെ ആയതുകൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സിനിമ ഒരു യൂണിവേഴ്സാണ്. അങ്ങനെ ആയതുകൊണ്ട് അടുത്ത പാട്ടിക്ക് വെയിറ്റിംഗ് ആണ്. അടുത്ത പാട്ട് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊരു തോന്നലുണ്ട്. എന്നാലും ഇനി അടുത്ത പാട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.